സാറേ, എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആദ്യം ആ കുടുംബത്തിന് പിന്തുണയുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവിടെ എത്തിയെങ്കിൽ ഇപ്പോൾ ആ കുടുംബം ഒറ്റയ്ക്ക് പോരാടുകയാണ്. മഞ്ജുഷ മാത്രം ഇന്ന് കോടതിയിൽ തങ്ങളുടെ ആവശ്യവുമായി ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. പക്ഷെ അത് പാർട്ടി എതിർക്കുന്നു, സർക്കാർ എതിർക്കുന്നു. അതോടൊപ്പം തന്നെ പല നിർണായകമായ തെളിവുകൾ കുറിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നു. എന്താണ് ഇതിൽ ഈ ഇടക്കാലത്ത് എന്തെങ്കിലും വ്യക്തത വരുമോ? ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയുടെ അവർക്ക് ആ കുടുംബത്തിന് ഈ അന്വേഷണ സംഘത്തിലെ അതൃപ്തിയാണുള്ളത്. അതുകൊണ്ട് തന്നെ മഞ്ജുഷയുടെ അഭിഭാഷകൻ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞ ദിവസം കോടതിയിൽ നിരത്തുകയുണ്ടായി. വാദം കേൾക്കുകയുണ്ടായല്ലോ കഴിഞ്ഞ ദിവസം. അതായത് സർക്കാർ തലത്തിലുള്ള അതിൻ്റെ അന്വേഷണമൊക്കെ തന്നെ തൃപ്തികരമല്ല. CBI അന്വേഷണം വേണമെന്നാണ് മഞ്ജുഷയും അവരുടെ വീട്ടുകാരും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. പക്ഷേ സർക്കാർ മറ്റു പല കാര്യങ്ങൾ ഇങ്ങോട്ട് നിരത്തിയിട്ട് ഇതെല്ലാം ഇന്ന രീതിയിൽ ഇന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്, CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാണ്. അത് പാർട്ടി സെക്രട്ടറിയും എല്ലാവരും പാർട്ടിക്കാരും എല്ലാം ഒന്നടങ്കം പറയുന്നുണ്ട്, സർക്കാരും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ പലതരത്തിലുള്ള ഈ കേസ് ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുകയാണ്. നവീൻ ബാബുവിന്റെ മരണം അതൊരു കൊലപാതകം തന്നെ എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിരവധി അന്വേഷണം ഇതിനകത്ത് വരേണ്ടിയിരിക്കുന്നു. നമ്മൾ പല വട്ടം ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ നവീൻ ബാബു പോയ ഇടങ്ങളിലേക്കൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ട്, CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ പരിശോധിച്ചിട്ടില്ല. പല ഇടങ്ങൾ പറയുന്നുണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷൻ, ഡ്രൈവർ ഇറക്കിയ ഇടം, മുനീശ്വരൻ കോവിലിന്റെ അവിടെ, അങ്ങനെ നിരവധി ഇടങ്ങള്. ഇപ്പം കളക്ടർ കൊടുത്ത ഒരു മൊഴിയുണ്ടല്ലോ, തെറ്റു പറ്റി എന്ന്, അത് ഇവർ ഉണ്ടാക്കിയെടുത്ത ഒരു അഭിപ്രായമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യാത്രായപ്പ് യോഗം കഴിഞ്ഞിട്ട് കളക്ടറുടെ ചേംബറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന്റെ ആ ഭാഗത്തുള്ള CCTV ദൃശ്യം എന്തുകൊണ്ട് പരിശോധിക്കാത്തത്? അവിടെ ചെന്ന് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, എനിക്ക് തെറ്റ് പറ്റി എന്നുള്ളത്. ആ CCTV ദൃശ്യം പരിശോധിച്ചിട്ടില്ല. അപ്പോൾ പലയിടങ്ങളിലും പോലീസിന്റെ അന്വേഷണം എന്ന് പറയുന്നത് വേണ്ട തരത്തിൽ നടക്കുന്നില്ല. അത് മുകൾ തട്ടിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ അന്വേഷണം ഇങ്ങനെയൊക്കെ നടത്തുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്, ഇവർ പോസ്റ്റ്മോർട്ടം നടത്തി പരിയാരം മെഡിക്കൽ കോളേജില്. ഇവരാരെങ്കിലും വീട്ടുകാര് മലയാലപ്പുഴയിൽ നിന്ന്, അതായത് പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴയിൽ നിന്ന് വീട്ടുകാരോ ഭാര്യയും മക്കളും അവര് ഈ ഷോക്കിൽ തളർന്നു കിടക്കുകയാണ്. ആ ബന്ധുക്കൾ അവിടെ എത്തണ്ടേ? ബന്ധുക്കൾ എത്തുന്നിടം വരെ വെയിറ്റ് ചെയ്തില്ല. അതിനു മുമ്പ് ഈ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൽ പല കാര്യങ്ങളിലും വ്യക്തതയില്ല എന്നുള്ളതാണ്. ഈ ശരീരം ഏറെ നേരം നിലത്ത് കിടത്തി എന്ന് പലതരത്തിൽ പറയുന്നുണ്ട്. കാരണം ഈ പലതരത്തില് ഈ ശരീരത്തിൽ നിറം മാറ്റം സംഭവിക്കും. അപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള നവീൻ ബാബുവിന്റെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഈ ആത്മഹത്യയുടേതായ രീതിയിലുള്ള ഒരു മാറ്റവും അല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അടിവസ്ത്രത്തില് രക്തക്കറ ഉള്ളത് വലിയൊരു ദുരൂഹമായ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. അപ്പൊ അങ്ങനെ നിരവധി കാര്യങ്ങളാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഒന്ന് സംശയം, രണ്ട് ഈ ബന്ധുമിത്രാദികൾ വരുന്നതിന് മുമ്പ് നടത്തിയതിന് പിന്നെ കൃത്യമായ റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വീട്ടുകാർക്ക് ഇക്കാര്യത്തിനകത്ത് ബലമായ സംശയം ഉയരുന്നത്. അതിനോടൊപ്പം ഇവിടെ ആരെ മാത്രമേ ഇവർ പ്രതിയായി കണ്ടുള്ളൂ? PP ദിവ്യയെ മാത്രം. അതെന്തിനാണ് അവിടെ മാത്രം കേന്ദ്രീകരിച്ച് നിർത്തുന്നത്? PP ദിവ്യയുടെ വാക്കുകൾ കേട്ട് മനം നൊന്ത് ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കണം. അപ്പൊ PP ദിവ്യ പാർട്ടിക്ക് വേണ്ടി ഒന്ന് കുറച്ചു ദിവസം ജയിലിൽ കിടന്നു. ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ പോയത് അവിടുത്തെ പ്രഗത്ഭരായ വനിതാ നേതാക്കളാണ്. MV ഗോവിന്ദന്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ളവർ അവിടെ ചെന്നു. അതൊക്കെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? PP ദിവ്യ CPM സഖാക്കളുടെ കരങ്ങളുടെ ഉള്ളിൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗം വരെയാണ് അവിടെ.
PP ദിവ്യ ജില്ലാ കൗൺസിൽ അംഗം വരെയാണ്. പിന്നെ പ്രസിഡന്റ് സ്ഥാനമേ രാജിവെച്ചിട്ടുള്ളൂ. അതൊരു പേരിന് വേണ്ടി മാത്രമാണ്. ഈ PP ദിവ്യയെ ഇവർ വളർത്തിക്കൊണ്ടുവരും, സംരക്ഷിച്ചു കൊണ്ടുപോകും. 2026 കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരത്തിൽ നിർത്തുകയും ചെയ്യും. അവിടെ ഒന്ന് വിജയിക്കും. കാരണം CPM-ന്റെ ഏത് കുറ്റിച്ചൂലിനെ കൊണ്ട് അവിടെ നിർത്തിയാലും വിജയിക്കും. അത്ര പിന്നെ CPM എന്ന് എഴുതി കാണിച്ചാൽ അതിന്റെ മുകളിൽ കയറി കിടക്കുന്നവരാണ് അവിടെ ഉള്ള പാർട്ടി പ്രവർത്തകര്. അതുകൊണ്ട് തന്നെ വിജയവും ഉറപ്പാണ്. LDF അധികാരത്തിൽ വരിക എന്നെങ്കിൽ കേരളത്തിന്റെ ഒരു മന്ത്രിയുമായിട്ട് കൊണ്ടുവരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇവര് ഈ PP ദിവ്യയിൽ മാത്രം കേന്ദ്രീകരിച്ചു കൊണ്ട് മാത്രം പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവര് ഈ കേസ് മാറ്റിയെടുക്കാൻ വേണ്ടി, അതായത് ആത്മഹത്യയിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. കളക്ടറെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ? കളക്ടറെ കൊണ്ടുവന്നിട്ടില്ലല്ലോ ഇതുവരെയായിട്ടും. കളക്ടർക്ക് ഇതിനകത്ത് പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കണം ഈ കൊലപാതകത്തിലുള്ള ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. കാരണം ഇന്നേ വരെ കളക്ടറുടെ മേൽ എന്തെങ്കിലും, കളക്ടറുടെ ഫോൺ പരിശോധിച്ചോ? കളക്ടറുടെ മേൽ അന്വേഷണം വന്നോ? ഇവിടെ ADGP അജിത് കുമാറിന്റെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഇനിയൊരു അന്വേഷണം വന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എല്ലാ തെളിവുകളും പ്രയോജനമില്ല. ആ അന്വേഷണം പോലും ഉണ്ടായിട്ടില്ലല്ലോ. കളക്ടറെ അവിടെ നിന്ന് മാറ്റി നിർത്തിയോ? ഇല്ല. എന്തിനു വേണ്ടിയാണ്? കളക്ടർക്ക് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അവിടുത്തെ ജീവനക്കാര് അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള മൊഴി എടുത്തോ? ഇല്ല. ഈ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്ത നിരവധി ജീവനക്കാരുണ്ട്. ആ ജീവനക്കാര് തന്നെ പിന്നീട് പോയി കളക്ടറോട് പറഞ്ഞല്ലോ, ഇത് ഇവിടെ ഒരിക്കലും അങ്ങനെ ഇതൊരു വളരെ മോശമായ ഒരു കാര്യമായി പോയി എന്ന് ജീവനക്കാർ പറയുകയുണ്ടായി. ഇങ്ങനെയല്ല ഒരു യാത്രയപ്പെന്ന് പറയുകയുണ്ടായി. അപ്പോൾ കളക്ടറുടെ പ്രതികരണം മുൻകൂട്ടി തയ്യാറാക്കി അനുസരിച്ച് നടന്ന കാര്യങ്ങളാണ് എന്നുള്ള ഒരു ശരീരഭാഷയാണ് പുറത്തു വന്നതെന്ന് ജീവനക്കാർ ആ സമയത്ത് പറയുകയും ചെയ്തതാണ്. അപ്പോൾ കളക്ടർക്ക് ഇതിനകത്ത് നിർണായക പങ്കില്ലേ? ഉണ്ട്. പാർട്ടി നിർദ്ദേശാനുസരണം കളക്ടർ അവിടെ പ്രവർത്തിച്ചു. നവീൻ ബാബു പലവട്ടം കണ്ണൂർ ADM പദവിയിൽ നിന്ന് പോകാൻ ശ്രമിച്ചതല്ലേ? അപ്പോഴെല്ലാം പിടിച്ചു നിർത്തിയില്ലേ? എന്തിനു വേണ്ടിയാണ്? ഇവരുടെ ഈ അഴിമതിയുടെ ഭൂമാഫിയ ബന്ധം ഇതെല്ലാം പുറത്തു പോകും എന്ന് നന്നായിട്ട് അറിയാം. കാരണം നവീൻ ബാബു അത്ര ക്ലിയർ ആണ്, കറക്റ്റാണ്, 100%. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനെ കൊണ്ട് മുഴുവൻ അഴിമതിക്കും കൂട്ടുനിന്ന് അതെല്ലാം ഒപ്പിടി വെച്ച് ഒടുവിലെ ജീവിതം കൂടെ ഇല്ലാതാക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ CPM ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ CPM മഞ്ജുഷ എടുത്ത് തന്നെ പറയുന്നത് CBI അന്വേഷണം വേണം. CBI അന്വേഷണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുങ്ങാൻ പോകുന്നത് ദിവ്യൊന്നുമല്ല. ദിവ്യ ഇതിന്റെ ഇങ്ങേറ്റത്തിലുള്ള ഒരു കണ്ണി മാത്രം. വൻ സ്രാവുകൾ അങ്ങനെ നിൽക്കുകയാണ്. പ്രശാന്ത് ഒന്നും മാത്രമല്ല, പ്രശാന്തും ഇതിന്റെ ഒരു ചെറിയ കണ്ണി മാത്രം. കളക്ടറുണ്ട്. പിന്നെ കണ്ണൂരിലെ പാർട്ടിക്കാര് മുഴുവൻ ഉണ്ടാകും. പാർട്ടി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോകുമെന്നുള്ളതാണ്. പിന്നെ CPM-കാരല്ലേ TP ചന്ദ്രശേഖരനെ കൊലയ്ക്ക് കൊടുത്തില്ലേ? എന്നിട്ട് കുറെ പേരെ അവരുടെ ഗുണ്ടാ സംഘം അല്ലേ ചെയ്തത്? അവരെ കൊണ്ടുവന്ന് ജയിലിലിട്ടു. അവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് പരോളിൽ ഇറങ്ങുന്നു. സുഖവാസ ജീവിതവുമാണ്. ഇതുമൊക്കെ ആ തരത്തിലേക്ക് തന്നെ പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും CBI അന്വേഷണം നടന്നാൽ ഇതിനകത്ത് കൃത്യമായ വിവരം ലഭിക്കുകയും ചെയ്യും.